അതിലെനിക്ക് ചെറിയ പ്രതിഷേധമുണ്ട്, സന്തോഷമുണ്ട്. കാരണം മേൽപ്പത്തൂർ എന്നറിയപ്പെടുന്നത് വേറൊരാളെ പറ്റിയാണ് പുറകൊന്നാകെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പരമപൂജതീയ ആദിതീർത്ഥ ജഗദ്ഗുരു ശ്രീ മഹാജതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്വാമികൾ എന്നാണ്. മൂപ്പരെ കുറിച്ചായിരുന്നു എല്ലായിടത്തും അറിഞ്ഞിരുന്നത്. അപ്പം അതങ്ങനെ ഹൈന്ദവ ആചാരത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരാളായി മാറി. അദ്ദേഹം നാരായണീയം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥം എഴുതിയ ആളാണ്. എനിക്ക് ഏകദേശം ഒരു 19-20 വയസ്സുള്ള സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. വയസ്സ് കൃത്യമായിട്ട് ഓർക്കില്ല, ഏതായാലും ആ സമയത്താണ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഒരു പരിപാടി വന്നു, ഓഗസ്റ്റ് 15 പരിപാടി. മദ്രസ ഹാളിൽ തന്നെ, എന്നാൽ ഓട്ട മദ്രസ, പുച്ചോയ മദ്രസയാണ്, ആ ഹാളിൽ വെച്ചിട്ടൊരു പരിപാടി. അന്ന് ഖുവത്തുൽ ഇസ്ലാം സംഘം കുറിയോടത്ത് ഇവരൊക്കെ അബ്ദുറഹ്മാൻ അവരൊക്കെ അതിലന്നുണ്ട്, സാഹിബൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, ചെറിയൊരു ഫ്ലോറസെന്റിന്റെ എന്തോ ഒരു നോട്ടീസ് ഇറക്കുണ്ടാവും, അതിൽ ഫ്ലോറസെന്റ് പേപ്പറിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയാണ് നോട്ടീസ് ഇറക്കും. അപ്പം എന്നോട് ചോദിച്ചു പേരാ കൊടുക്കേണ്ടത്, എൻ്റെ പേര് സുലൈമാൻ, അത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ സുലൈമാൻ കായൽമഠത്തിൽ നിന്ന് കൊടുക്കണോ, സുലൈമാൻ കോന്നല്ലൂരിൽ നിന്ന് കൊടുക്കണോ, സുലൈമാൻ കുറുമ്പത്തൂരിൽ നിന്ന് കൊടുക്കണോ, അങ്ങനെ കുറെ ചെറിയ ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടായി. വലിയ ചർച്ച ഒന്നും വേണ്ടത് നോട്ടീസ് ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് ഞാൻ കളിക്കുന്ന സ്ഥലം ഇതൊക്കെ മേൽപ്പത്തൂരായതുകൊണ്ട്, പിന്നെ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് പ്രത്യേക പേരില്ലാത്തതുകൊണ്ട്, മേൽപ്പത്തൂരിന് അടുത്ത പ്രദേശമാണെന്നേ ഉള്ളൂ. മുക്കിൽത്തോട് എന്നാ പറയാം, അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ, സുലൈമാൻ മുക്കിൽത്തോട് എന്ന് പറഞ്ഞാൽ കൊടുക്കാറില്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, അങ്ങനെ ഖുവത്തുൽ ഇസ്ലാമാണ് ആദ്യമായിട്ട് ആ പേരിനെ പ്രസവിച്ചത് എന്ന് ഞാൻ പറയാം. സുലൈമാൻ മേൽപ്പത്തൂർ എന്ന പേര് എനിക്കിട്ടത് ഖുവത്തുൽ ഇസ്ലാം സംഘമാണ്, കുറുമ്പത്തൂരിലെ പ്രിയപ്പെട്ട യുവജന സംഘമാണ്. അതിന്റെ പരിപാടിക്ക് തന്നെ അവരും കൂടി സംയോജിച്ചൊരു പരിപാടിയാണല്ലോ. കാലങ്ങൾക്ക് ശേഷം വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പേരിന്റെ അപ്പുറത്ത് ഒരു പേര് കൂടി ഇട്ട് തന്നത് സത്യത്തിൽ നിങ്ങളാണ്. ഞാനിവിടെ ഒരു അതിഥിയൊന്നുമല്ല, പിന്നെ ഞാൻ വിവാഹം കഴിച്ചത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ പ്രിയപ്പെട്ട പിന്നെ പൊയ്ത്ത് ഹംസാഖാന്റെ മോളെയാണ് ഞാൻ കല്യാണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു തരത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു മരുമകനും കൂടിയാണ്. പിന്നെ കുട്ടിക്കാലം മുതലേ ഇവിടെ വരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മരക്കാരാജിയായിരുന്നു. മരക്കാരാജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോന്നല്ലൂർക്ക് വരുമ്പോൾ പാപ്പാനൊക്കെ നല്ല ബന്ധം. പാപ്പ അന്ന് ഒരു ആജീവനാന്ത പ്രസിഡന്റാണ് സത്യം പറഞ്ഞത് കോന്നല്ലൂരിൻ്റെ ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഇടയ്ക്ക് അസീസിന്റെ കൂടെ ഞാൻ ഇവിടെ വരും. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മോമാലിയും അതേപോലെ തന്നെ ഇവരൊക്കെ വീട് വെച്ചതാ പറമ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ കുഞ്ഞു മുസ്ലിയാരുടെ ഭാര്യയുടെ ഉപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ ഞാൻ വരും. കുട്ടിക്കാലം മുതലേ കുഞ്ഞു മുസ്ലിയാരുടെ ഒരു മോളെയാണ് എൻ്റെ എളാപ്പ് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും അസീസിൻറ്റുകാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. വെല്ലിപ്പാന്റെ വീട്ടിൽ നിറഞ്ഞാണ്ട് വരുമ്പോൾ ആ സ്ഥലത്ത് കുറുമ്പത്തൂർ എന്ന് പറയുന്ന പ്രദേശം നമുക്ക് വല്ലാത്തൊരു ധന്യമായ ഒന്നാണ്. തന്നെയല്ല, എൻ്റെ പേരിന്റെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഈ മേൽപ്പത്തൂരാകട്ടെ അത് കുറുമ്പത്തൂർ മഹലിന്റെ ഭാഗവുമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്നോട് ഒരു അതിഥിയായിട്ട് വന്നതല്ല, ഞാനൊരു ആതിഥേയനാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും കാണുമ്പോൾ. കാരണം കുറേ നാളായി കാണുന്ന തിമുറ്റത്ത് എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ പഴയ കാലത്തെ കുറിച്ചിട്ട് വരാണ്ട് പറയുന്നില്ല. അവർക്ക് ഇവിടെ സി മുഹമ്മദ് അലി സാഹിബും അതേപോലെ തന്നെ സെയ്ദ് അലവി ഹാജിയും ഇവരൊക്കെ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പറയാൻ എനിക്ക് അറിയൂലല്ലോ. കാരണം കുറേ കാലം മുമ്പുള്ള കഥകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാവുന്ന കഥകൾ പഴയ പള്ളി, ആ പള്ളിയിൽ ഇങ്ങനെ വാപ്പു നിസ്കരിക്കുന്നത്, കുറേ നേരം നിന്നിട്ട് നിസ്കരിക്കും, കുറേ നേരം ദുആ ചെയ്യും. ഞാനതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ നിരീക്ഷിക്കും. പുത്തങ്ങൾ പാപ്പാന്റെ നിസ്കാരവും അദ്ദേഹത്തിന്റെ കുറേ നേരത്തെ ദുആകളും കുറേ നേരത്തെ സുജൂദും ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അള്ളാഹു എല്ലാവരുടെയും പ്രജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മരക്കാർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ അറിയാം, ഒരുപാട് ഹജ്ജ് ചെയ്യുകയും അതോടൊപ്പം എല്ലാ പ്രഭാഷണങ്ങളിലും ജില്ലകളിൽ നിന്നല്ല പുറത്തൊക്കെ ഒരു ഷൂറ ലെവലിൽ ഉള്ള ആയതുകൊണ്ട് അദ്ദേഹത്തെ പലയിടത്തേക്ക് ക്ഷണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. അതുമുതലാണ് എനിക്കറിയുള്ളൂ ചരിത്രങ്ങൾ, അതിനു മുമ്പുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, തിരുമുറ്റത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരിപാടി നടത്തുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കേണ്ടുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പിന്നെ എന്തിനാണ് ഇപ്പൊ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 1-2 കാര്യങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കാം. മദ്രസ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഉയർന്നു പോയത് എന്നത് ലോകത്തിന്റെ ഒരു വിവരണം ചെറിയ തോതിൽ വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗം പറയാം. അള്ളാഹു അനുഗ്രഹത്താൽ ഞാനിങ്ങനെ അത് പറയല്ല, ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ്.
എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ 55 രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിക്കേണ്ടായി. 55 രാജ്യമാണ് മൊത്തത്തിൽ പോയത്. അതിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ വ്യവസ്ഥാപിതമായ മദ്രസ സിസ്റ്റം പലയിടത്തുമില്ല. ഞങ്ങൾ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് പോയി. ഞാൻ മദ്രസയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അത് പറയുന്നു. നൈജീരിയയിൽ അവിടെ കാമറൂൺ, ചാഡ്, ചിലി, ബെനിൻ, നൈജീരിയ, നൈജർ, ഇതൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളാണ്. അകത്തൊക്കെ പോയി. അവിടെ ഒരൊറ്റ സംസ്ഥാനം, ആദം ഹവ്വ എന്നാണ് ആ സ്റ്റേറ്റിന്റെ പേര്. ആദം ഹവ്വ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കാമറൂണിന്റെ അടുത്ത്, കാമറൂൺ വേറെ രാജ്യമാണ്, നൈജീരിയ വേറെ രാജ്യമാണ്, അതിന്റെ ഇടയ്ക്കുള്ള ഒരു സംസ്ഥാനത്തെ പേരാണ് ആദം ഹവ്വ. അങ്ങനെയാണ് പേരിട്ടിട്ടുള്ളത്. ആദം നബിന്റെയും ഹവ്വാന്റെയും പേരിൽ ക്രിസ്ത്യൻസ് ഇട്ട പേരാണ്. അവിടെ 32 ലക്ഷം മുസ്ലിമീങ്ങളാണ് മുർത്തദ്ദായി പോയിട്ടുള്ളത്. 32 ലക്ഷം. ഞാൻ വീഡിയോയിലൂടെ പറയുന്നു, 32 ലക്ഷമാണ്. എന്താ കാരണം എന്നറിയോ? അഥവാ സിസ്റ്റമാറ്റിക് ആയി പഠിപ്പിക്കാൻ അവിടെ ഒന്നുമില്ല. അപ്പൊ ക്രിസ്തു സമൂഹം ചെല്ലുന്നു, അത് അവരുടെ ദൗത്യം, നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം അവരവരുടെ പണി ചെയ്യുമല്ലോ. അവയുന്നു, അവിടെ വീട് വെച്ച് കൊടുക്കുന്നു, അവരവരുടെ ചർച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുടേതായ പാതകൾ ഉണ്ടാക്കുന്നു. പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളെല്ലാവരും അവരിലേക്ക് ചായുന്നു. ഇത് ലോകത്തിൽ ഒരുപാട് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ വർഗീയപരമായി പറയല്ലോ കേട്ടോ, അവരവരുടെ ദൗത്യം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ വേറൊരു പ്രദേശത്ത് പോയപ്പോൾ മഗ്രിബിനാണ് എത്തിയത്. അപ്പൊ മഗ്രിബിന്റെ നിസ്കാരമായതുകൊണ്ട് മഗ്രിബ് പള്ളിയിൽ, അവിടെ കറണ്ട് ഇല്ലാത്ത പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്ത് പള്ളിയിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ പഴയ തീപ്പന്തം ഉണ്ടല്ലോ, ആ പന്തം കത്തിച്ചു വെക്കലാണ്. രാത്രി തീപ്പന്തം അവിടെ, ഞാൻ ഇവിടെ പറയല്ലോ ശമ്പളത്തിന് പൈസ പിരിക്കുമെന്ന്, അവിടെ തീപ്പന്തത്തിലേക്ക് എണ്ണയാണ് പിരിക്കുക. ഇത്ര ദിവസം കത്തിക്കാനുള്ള എണ്ണ ഞാൻ തരാം, ഇതാണ് അവിടുത്തെ പിരിവ്. അപ്പൊ അവിടെ ഞങ്ങൾ പോയ സമയത്ത് മഗ്രിബക്ക് നമ്മളൊരു ഇമാമത്ത് നിർത്തി. കാരണം നമ്മളൊക്കെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളത് സാധാരണ ഖിറാഅത്താണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയാ, അറബിലെ ഇമാമിലെ ഖിറാഅത്ത് പോലെ ഫീൽ ചെയ്യും. കാരണം അവരുടെ ഫാത്തിഹ പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താണോ ചെല്ലുന്നത് തന്നെ നമുക്കറിയില്ല. നമുക്കവിടെ പിന്നിൽ നിസ്കരിക്കാനും തോന്നില്ല. കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് മദ്രസയില്ല. മദ്രസ എന്ന് പറയുന്ന സംഭവം ഇത്ര ഉയർന്നു പോയത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ആരൊക്കെയോ കേട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഞങ്ങൾ മഗ്രിബിന് ഇമാമത്ത് നിന്നും മഗ്രിബിന് സലാം വീട്ടിയ ഉടനെ എന്തായി, ഒരാൾ എഴുന്നേറ്റിട്ട് ഒരൊറ്റ ബാങ്ക്. അപ്പൊ ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചിട്ട് ഏത് ബാങ്കാണ്? അപ്പൊ യശന്റെ ബാങ്കാണ്. അപ്പൊ അവിടുത്തെ ചോപ്പിലൊന്നും മഞ്ഞിട്ടൊന്നുമില്ല, മഗ്രിബിന്റെ ആ സമയം കിട്ടില്ലല്ലോ. ഏകദേശം മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 1.25 മണിക്കൂറോളം സമയമുണ്ട്. ഇത് അപ്പുറത്തേണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞത് ഇത് യശന്റെ ബാങ്കാണ്. ഞാൻ ചോദിച്ചു എന്നിട്ട് നിസ്കാരപ്പഴ? ആ പറഞ്ഞത് നിസ്കരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ എങ്ങനെ യശ നിസ്കരിക്കാൻ പറ്റുക? ഞാൻ ഇയാളോടെ ചോദിക്കണത്, അവിടെ ഇരിക്കണം. അതെങ്ങനെയാണ്? ഇവർ പോയാൽ പിന്നെണ്ട് വരൂല, അതുകൊണ്ട് നിസ്കരിപ്പിച്ചാണ്ട് വിടലാണ്. നമുക്ക് കുമ്പത്തൂർ മദ്രസ അങ്കണത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചിരിക്കാം. പക്ഷേ അവരൊരു മദ്രസ ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അവർ പഠിക്കുന്നില്ല. ഹജ്ജിന് പോയ സമയത്ത് പോകുന്നവര്, ഭാഷ അറിയുന്നവരൊക്കെ, ഞാൻ ഭാഷ അറിയുന്ന പറയല്ല, അറിയുന്നവർ ചെയ്യേണ്ട ഒരു പണിയും. മദീനത്തൊരു മഷൂറയുണ്ട്. മദീനത്ത് പോകും കേട്ടോ. മദീന 10 ദിവസമാണ് ഹജ്ജിന് പോണവരുണ്ടാവുക സ്വാഭാവികമായിട്ട്. 9 രാത്രി 10 പകല്, അങ്ങനെയാണ് സാധാരണ ഷെഡ്യൂൾ. ആ 10 ദിവസം ഒരു മഷൂറയുണ്ട്. ആ മഷൂർ അവിടുത്തെ അറബ് മഷൂറയാണ്, പ്രത്യേക പ്രസ്ഥാനത്തിന്റെയും വകുപ്പൊന്നുമല്ല. അത് അറബികളുടെ മഷൂറയാണ്. അതിൽ മലയാളികൾ അധികം പങ്കെടുക്കാറില്ല. ആ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം, അറബി അറിയുന്ന ആളുകളോട് എഴുന്നേറ്റിക്കാൻ പറയും. അറബി ഷൂഷു അറിഞ്ഞാൽ പോരാ, അറബിയിൽ സുന്ദരമായിട്ട് സംസാരിക്കാൻ അറിയണം, അഥവാ ഭാഷണം നടത്താൻ അറിയണം. അപ്പൊ അറബി അറിയുന്ന ആൾക്കാർ നിൽക്കും, അവരെ മാറ്റിയിരുത്തും. എന്നിട്ട് ഇംഗ്ലീഷ് അറിയുന്നവർ ആരൊക്കെ ഉണ്ട് നിൽക്കും, ഇംഗ്ലീഷ് അറിയുന്നവരെ മാറ്റിയിരുത്തും. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ എഴുന്നേറ്റുന്നത്. അപ്പൊ ഞങ്ങളെ മാറ്റിയിരുത്തി. ഉറുദു അറിയുന്നവർ ആരൊക്കെയാണ് ചോദിക്കും, അവരെയും മാറ്റിയിരുത്തും. ആ 10 ദിവസം ഇതിന്റെ ഷൂറുണ്ട്. നമ്മൾ പിന്നെ ഹജ്ജിന് പോയാൽ കർമ്മം ചെയ്തിട്ട് പോരലാണല്ലോ, ഇതിലൊന്നും പങ്കെടുക്കാൻ നമുക്ക് നേരം കിട്ടലില്ല. ഏതായാലും അന്ന് ഇംഗ്ലീഷ് അറിയാവുന്ന ഇതിലേക്കാണ് നമ്മൾ വിട്ടത്. ഞങ്ങളെ വിട്ടത് അങ്ങോട്ടാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വിട്ട് ഹജ്ജിന്റെ ക്ലാസ് എടുത്തു കൊടുക്കണം. ഹജ്ജിന്റെ റുക്കുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഷറായിത്തുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഷർത്തുകളും ഫർദുകളും എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഹജ്ജ് 8 മുതൽ 13 വരെ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം.
ചുരുക്കി പറഞ്ഞാൽ അതിന് പോയപ്പോഴാണ് മനസ്സിലായത് ലോകത്തിന്റെ ഏകദേശം 150-ലേറെ വരുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഹജ്ജ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ ചോദിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മദ്രസ പലയിടങ്ങളിലും ഇല്ല. ഇനി ഞാൻ പറയുന്നത് പോയ കാര്യം പറയാനല്ല, മദ്രസ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജിന് വന്നിട്ട് ഹജ്ജ് എന്താ എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ. എനിക്ക് ഓർമ്മയുണ്ട്, ചങ്ങരംകുളത്തുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു നല്ലൊരു ഒരു സ്പീക്കറും വാങ്ങി, അതേപോലെ തന്നെ ഒരു മൈക്കും വാങ്ങി, ഒരു കൊല്ലസ് മൈക്ക്. എന്നിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ രാത്രി 12 മണിക്ക്, എനിക്കന്ന് 29-30 വയസ്സേ ഉള്ളൂ, ഉമ്മന്റെ കൂടെ പോയതാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞങ്ങളെ വലിച്ചുകൊണ്ടുപോകും. രാത്രി 12 മണിക്ക് കിടക്കാൻ വന്നാലും ആൾക്കാർ വലിച്ചുകൊണ്ടുപോകും. കാരണം അവർക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ക്ലാസ് ഉഷാറായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലേണ്ടത് അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. ഒറിജിനൽ സൗദി അറബികൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അത്ര വഴങ്ങില്ല. അതുകൊണ്ടാണ് ഒരു പ്രശ്നം. അവർക്ക് അറബി നന്നായിട്ട് പറയാൻ അറിയും. ചില ആൾക്കാർക്ക് അത് അത്ര വഴങ്ങാത്തത് കൊണ്ടിരിക്കാൻ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നു. ഞാൻ അറിയുന്നത് എന്തെന്ന് ചോദിച്ചാൽ അപ്പോഴൊക്കെയാണ് നമുക്ക് മദ്രസ പ്രസ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ചിലയിടങ്ങളിൽ പോയാൽ ഇതിനേക്കാൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മദ്രസയുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയ, നമ്മൾ കേൾക്കുമ്പോൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷിലാണ്. ഞാൻ നമ്മൾ E.T. മുഹമ്മദ് ബഷീർ സാഹിബും കൂടെ പോയത്. അവിടെ പോയ സമയത്ത് ഒരു മദ്രസയിൽ തന്നെ മനസ്സിലാക്കണം, മദ്രസയിൽ തന്നെ ഇവിടെ പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല, ചിലപ്പോൾ നമുക്ക് പ്രായം ചെന്നവർക്ക് അത് ഇഷ്ടാവില്ല. ഒരു മദ്രസയിൽ തന്നെ 7 ടർഫുകളുണ്ട്. എന്തിനു ടർഫ് എന്നറിയോ? കുട്ടികൾക്ക് ഏതായാലും കളിക്കല്ലോ. അപ്പൊ കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്ത ടർഫുകളാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ടർഫ് പോയൊരു പള്ളിക്കും പോകില്ല, പള്ളിക്ക് പോണൊരു ടർഫുക്കും പോകില്ല, രണ്ടും കൂടി പോണൊരു വളരെ കുറവായിരിക്കും. അപ്പൊ ടർഫുകൾ ഉണ്ടാക്കിയത് എന്തിനാണ്? 7 ടർഫുകൾ ഉണ്ടാക്കിയത് ഈ കുട്ടികളെ പിന്നെയും ആകർഷിപ്പിക്കാനാണ്. അവർ കളിക്കുന്നു, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കയറുന്നു. അപ്പൊ വിയർപ്പ് എന്ന് പറയുന്ന സാധനം കൊണ്ടായിരിക്കും പള്ളിക്ക് വരിക. അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. വിയർപ്പ് നജസില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കല്ല. വേർത്തവരൊക്കെ പാടാനുണ്ട്. ചില ആൾക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ശരിയില്ല എന്നും പറഞ്ഞാണ് നിസ്കരിക്കാതെ. അവിടെ ശരിയുണ്ടോ ശരിയില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യങ്ങളല്ലേ. നിസ്കാരം ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റൂല. ഇവിടെ ഇപ്പൊ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, മഹല്ലി ആകട്ടെ അല്ലെങ്കിൽ വേറുള്ളതാകട്ടെ, തുൽമൊയിനാകട്ടെ, ഇതിലൊക്കെ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ടല്ലോ. ചാണകക്കുഴി, ചാണകമല്ല പറഞ്ഞതിന്റെ അപ്പുറത്താണ്. ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിൽ ആ ചാണകക്കുഴിയിൽ കയ്യും തലയും ഒക്കെ അവിടെയാണ്. തല മാത്രം പുറത്തേക്കുണ്ട്. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഒരാൾ രക്ഷപ്പെടുത്താനില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെ നിസ്കണമെന്ന് പറയുന്നുണ്ട് മക്കൾ. എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട്, അവിടെ ഉറുവിനെ പറ്റി പറയുന്നില്ല, കണ്ണുകൊണ്ട് എന്തെക്കണം, നമ്മൾ അവിടെ നിന്നിട്ട് ചലനം നടത്തണം എന്നാണ്. ഫ്ലൈറ്റിൽ, ഞാനിതൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഫ്ലൈറ്റിൽ പോകുമ്പോൾ സീറ്റിലടിച്ച് നിസ്കരിക്കണം എന്നുള്ളത്. ഞാനിത് എന്റെ അഭിപ്രായത്തിൽ പറയല്ല, ലോക ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ പറയാണ്. അപ്പൊ സീറ്റിലടിക്കുന്ന അപ്പൊ പറയാം അത് നമുക്ക് ജമ്മാക്കി വരെയാണ്. ഇവിടുന്ന് UK-യിലേക്ക് 12 മണിക്കൂർ യാത്ര. ഈ 12 മണിക്കൂർ എങ്ങനെ ജമ്മാക്കൽ? നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ദുബായിക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മളെന്നാള് പിന്നെ ഞാൻ കഥ പറയല്ലോ കേട്ടോ. ആഫ്രിക്കയിലേക്ക് പോയപ്പോ ബോംബെയിൽ നിന്ന് കയറുമ്പോ, നോമ്പിന് ഞാൻ പോയത്, ബോംബെയിൽ നിന്ന് കയറുന്ന സമയത്ത് സുബഹി നേരാവണുള്ളൂ. സുബഹി ആയിട്ടില്ല. അപ്പൊ സുബഹി നമുക്ക് ജമ്മാക്കാൻ പറ്റൂല. എന്നിട്ട് ഞങ്ങള് അവിടെ എത്തുന്നത്, അക്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത് സത്യത്തിൽ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അഡീസ് അബാബയിൽ എത്തുന്നത് എത്യോപ്യയിൽ. അവിടുന്ന് പിന്നെ അക്രയിൽ എന്നത് പിന്നെയും 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അവിടുന്ന് കാസിയിൽ എത്തുന്നത് പിന്നെയും 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെ പറക്കലൊടുങ്ങിയിരുന്നു. വീട്ടിൽ തുറയായി. പക്ഷേ അവിടെ ളുഹുർ ബാങ്ക് കൊടുത്തിട്ടില്ല. കുമാസിയിൽ അപ്പോൾ ളുഹുർ ബാങ്ക് കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ദീർഘമായി നോറ്റ നോമ്പതാണ്. സത്യത്തിൽ യാത്രക്കാർക്ക് നോമ്പ് ആവശ്യമില്ലാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്ന് അന്നൊക്കെ മനസ്സിലായി. നമ്മൾ വിചാരിച്ചല്ലേ യാത്ര ചെയ്ത് ഫ്ലൈറ്റിലല്ലേ പോണതെന്ന്. കാരണം 3 രാജ്യം കഴിഞ്ഞ് കുമാസി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴും ളുഹുർ ബാങ്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത് ഇതാക്കല്ലോട്ടെ, രാജ്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ പറയാം. അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു PhD ചെയ്യുന്നുണ്ട് US-ന്റെ. അപ്പൊ അതിൽ ആദ്യത്തെ ക്ലാസ് 2 വർഷം മുമ്പ് ആദ്യത്തെ ക്ലാസ് തുടങ്ങി. ഇപ്പൊ ഏകദേശം അവസാനിക്കാറായി. അപ്പൊ എന്നോട് അവിടുത്തെ പ്രൊഫസർ പറഞ്ഞു, പിന്നെ വൈകുന്നേരം 7 മണിക്ക് ക്ലാസ്. വൈകുന്നേരം 7 മണിക്ക് അദ്ദേഹത്തിന് ഒഴിവുള്ളത്. ആയിക്കോട്ടെ എന്ന് 14-ാം തീയതി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്നൊരു ഫെബ്രുവരി 14-ാം തീയതി, അന്ന് എൻ്റെ ഒരു ജന്മദിനം കൂടിയാണ്. ഞാൻ ജന്മദിനമൊന്നും ആഘോഷിക്കാറില്ല. ഫെബ്രുവരി 14-ാം തീയതി, 15-ാം തീയതിയാണ് ഡേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അവർക്ക് എങ്ങനെയാണല്ലോ ഈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയുണ്ട് അന്ന് ക്ലാസ് കാണാന്നൊക്കെ പറഞ്ഞിട്ട് വിഷൊക്കെ ചെയ്ത് തുടങ്ങി.
സത്യത്തിൽ 14-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ 13-ാം തീയതി ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോ US ടൈം നോക്കിയാട്ടെ, നമുക്ക് ഇവിടെ നേരം വെളുക്കുന്ന സമയത്ത് അവിടെ ഇന്നലെ വൈകുന്നേരമാണ്. അപ്പൊ ഇവിടുത്തെ 14-ാം തീയതി തന്നെ അവിടുത്തെ 13-ാം തീയതിയാണ്. ആ 14-ാം തീയതി ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 15-ാം തീയതി ഇവിടെ അറ്റൻഡ് ചെയ്യണം. എത്ര സമയം ദൈർഘ്യം ഉണ്ടാവും? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ മദ്രസ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഈ അല്ലാത്ത സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ UP-യിൽ വല്ലഭ്ഗഡ്, കേഡ, സുത്ലി വാലി, ഈ ഞങ്ങൾ വെറുതെ പോകുന്നതാണ്. ആ സുത്ലി വാലിയിൽ എത്തിയ സമയത്ത് അവിടെ 4000 കുടുംബങ്ങൾ, 4000 കുടുംബം. ഇപ്പോൾ നിങ്ങൾക്ക് പോവാ, ഞാനതാ പേരൊക്കെ പറയുന്നത്. സുത്ലിയിൽ 4000 മുസ്ലിം കുടുംബമുണ്ട്. ഒരൊറ്റ മനുഷ്യൻ നിസ്കരിക്കാറില്ല, ഒരൊറ്റ മനുഷ്യൻ. കാരണം പേരിനേ ഉള്ളൂ, അവിടെ മദ്രസകളില്ല, സിസ്റ്റങ്ങളില്ല. സുത്ലി വാലി, ചൂടിയുടെ താഴ്വാരം എന്നാണ് ആ സ്ഥലത്തിന്റെ. സുത്ലി നമ്മൾ ചൂടി എന്നാണ്, കയറ്, ചെറിയ കയറിനാണ് മുസ്ലിം ഉറുദുവിൽ പറയാം, സുത്ലി വാലി. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് അവരോട് കുറഞ്ഞ നിസ്കരിച്ചിറങ്ങുന്നവരോട് ജസ്റ്റ് നിങ്ങൾ ഹുസൂറെ പാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൂറെ പാക്ക് എന്നാണ് പറയുക ഉറുദുവിൽ, ഹുസൂറെ പാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോ ഓല് ചോദിക്കണേ, എന്ത് കോനെ ഹുസൂർ, ആരാണ് ഹുസൂർ? റസൂലുള്ളാഹി അവർക്ക് അറിയില്ല. നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് പോലെയല്ല, ലോകത്തിന്റെ പലയിടത്തൊന്നും ആർക്കും അറിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്തോനേഷ്യയുടെ ചില ഭാഗങ്ങൾ, ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും ടോപ്പ് രാജ്യം എന്ന് പറയാമല്ലോ, ഇസ്ലാമിക രാജ്യം. അവിടെ ചില സ്ഥലത്തേക്ക് ജാല ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, തായ്ലൻഡിന്റെ ഇപ്പുറത്തുള്ള ഭാഗമാണ്, ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരും. അവിടെ വേണോ വേണ്ടതൊക്കെ വേറെ ചിലകളാണ്. അവരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കോത്തിൽ വരും ചെയ്യും. എന്നിട്ട് അവിടെ പർദ്ദ തൂക്കിയിട്ടുണ്ടാവും. നമ്മൾ പള്ളിക്കൽ പിന്നെ ഇത് തൂക്കിയിട്ടമാതിരി ഇവിടെ ഉണ്ടല്ലോ, അതായത് പർദ്ദ തൂക്കിയിട്ടുണ്ടാവും. പർദ്ദ എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടിയിടാനാണ്. നിസ്കാരം കഴിഞ്ഞാൽ അത് അയച്ചിട്ട് അവിടെ തന്നെ തൂക്കിയിടും, എന്നിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ലോകത്തിലുണ്ട്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് വിട്ട് ദുബായിൽ അവിടെ പോയി, ദുബായ് പോയതിനേക്കാളും ദീൻ നമ്മൾ കാണാം. ദീനുള്ളവർക്ക് കിട്ടാം, ഇതൊരു ദീനില്ലായ്മ കാണാം. അപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴാണ് സത്യം. എന്നാൽ US, നമ്മൾ പറയുന്ന അമേരിക്കയല്ലോ, അമേരിക്കയിൽ നിങ്ങൾ ഏത് പള്ളി എടുത്തോ, ഞാൻ വളരെ വിപുലമായിട്ട് പറയുന്നു, ഏത് പള്ളി നിങ്ങൾ എടുത്തോ, ആദ്യത്തെ വരിയിൽ മുഴുവൻ ഹാഫിലിങ്ങളായിരിക്കും. ഇതാണ് ഇന്ന് അമേരിക്കയുടെ അവസ്ഥ. നമ്മൾ കുമ്പത്തൂർ മഹലിൽ ആദ്യത്തെ വരിയിൽ എല്ലാവരും ഹാഫിലിങ്ങൾ ഉണ്ടാവില്ല. അമേരിക്കയിലെ അവസ്ഥ ആദ്യത്തെ വരിയിൽ ഹാഫിലിങ്ങൾ ഉണ്ടാവും. UK-യിൽ നിങ്ങൾ അടിച്ചു നോക്കിക്കോ, വീട്ടിൽ പോയാൽ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് സമയം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട്, ഞാൻ ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമല്ലേന്ന്, ഒരു വർഷത്തിൽ UK-യിൽ മാത്രം 1 ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്യുന്നത്. UK മാത്രം 1 ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, UK-യിൽ മാത്രം. ഇതും നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ലോകത്തിൽ മുഴുവൻ ചില ദീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെയൊക്കെ പ്രദേശത്തു നിന്ന് മേലെ ദീൻ ഇല്ലാതെയാകുന്ന കാര്യം കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടത്. ദീൻ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ പോയാൽ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 5-6 ദിവസം മുമ്പ് PSM കോളേജിൽ പോയിരുന്നു. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 100% കുട്ടികൾ, 10% ആൺകുട്ടികളുള്ളൂ, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. കാരണം പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾക്കാണ് അവിടെ സീറ്റ്. ബാക്കിലുണ്ട് ഒരു 10% ആളിരിക്കുന്നത്, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ പാവങ്ങളാണ്, അവരെല്ലാം പറഞ്ഞു. ഇതേമാതിരി ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നതും അള്ളാഹു ജീവിച്ചിരിപ്പണോ എന്ന ചോദ്യമാണ്. എവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ നിങ്ങൾ അറിയോ? അതും കൂടി നിങ്ങൾ പഠിക്കണം. നമ്മളെ ഓരോ മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളും കൂടിയാണ്. അവർ കുറച്ചും കൂടി കണ്ട് മുന്നോട്ട് പോയി കോളേജിലൊക്കെ എത്തി. അവിടുത്തെ ലിറ്ററേച്ചർ അധ്യാപകന്റെ ചില ചോദ്യങ്ങൾ, ഫിലോസഫി അധ്യാപകന്റെ കുറച്ച് ചോദ്യങ്ങൾ, സൈക്കോളജിസ്റ്റുകളുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അന്തിച്ചു നിൽക്കുമ്പോ അവരുടെ മനസ്സിലും തോൽപോവുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇവരൊക്കെ തങ്ങമിക്കതിരിക്കും. നിങ്ങളുടെ മഹലിലല്ലേ ഞാനന്ന് വന്നത് അല്ലേ? മാഷാ അല്ലാഹ്. തങ്ങളുടെ മഹലിൽ, ഒറ്റിക്കാട്ടൊരു മഹലില് ഓരോ മഹലിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ്. എന്നെ അതിശയപ്പെടുത്തിയതെന്ന് വെച്ചാൽ, ഇതേ ബഷീർ സാഹിബ്, ET മുഹമ്മദ് ബഷീർ സാഹിബും ഞാനും കൂടി മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പോയി. മുനവ്വർ പഠിച്ച ക്യാമ്പസാണ്, ഇന്റർനാഷണൽ ഇസ്ലാമിക് ക്യാമ്പസ്. 500 ഏക്കറിലാണ് സ്ഥാപനം നിൽക്കുന്നത്. കുറുമ്പത്തൂരുകാരോട് ഞാൻ പറയാം. എന്നിട്ട് നമുക്ക് അറിവ് വരുമ്പോ അവർക്ക് ആ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടാൻ കുറെ രാജ്യക്കാർ പഠിക്കുന്ന ക്യാമ്പസ്. ആ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരാൾ നാട്ടുകാരനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, ആ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട മുസ്ലിം തങ്ങള്. ഇപ്പൊ അസോസിയേറ്റ് പ്രൊഫസർ ആകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു.
ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനൊക്കെ പറ്റിയ ആൾക്കാരുണ്ട് തുടർച്ചയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ. പക്ഷേ നമ്മുടെ വിഷയം എന്താണെന്നറിയോ, തിരുമുറ്റത്ത് എന്ന പാടി നടത്തുന്നത് എന്തിനാണ്? ഇന്നത്തെ കാലഘട്ടം, ഞാൻ നിങ്ങൾക്ക് വയലു പറയാനൊന്നും വേണ്ടി വന്നതല്ല കേട്ടോ, ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നറിയോ, പുതിയ തലമുറയുടെ കുറച്ച് കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് അറിയാതെ, അവരാരും അതിന്റെ ആൾക്കാരൊന്നുമല്ല, അവർ നല്ല മക്കളായതുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ അത് അത്ര ഗ്രസിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിലേക്ക് അത് അത്ര എത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെയും ഇനിയാന്നും ഒക്കെയായിട്ട് ഇതിലുണ്ട് വോയിസ്, ഓരോ പിതാക്കന്മാരുടെയും കരച്ചിൽ. പിതാക്കന്മാരുടെ 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് കാണാനില്ല, പെരപ്പണിക്കെടുത്ത് വെച്ച പൈസയാണ്. ആ പൈസ എങ്ങനെയാ പോയതെന്ന് പിതാവിന് അറിയില്ല. അപ്പൊ മോൻ എന്ത് ചെയ്തതാ, പിതാവിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട്, പിതാവിന്റെ അക്കൗണ്ട് ഇവൻ ഹാക്ക് ചെയ്തിട്ട് ഇവൻ പൈസ എല്ലാം കുറെ നാളുകളായിട്ട് ഈ കുട്ടി കളിക്കുന്നത്. കാരണം ഗെയിമുകൾ എല്ലാം വെറും ഗെയിമല്ല, പേ ചെയ്തിട്ടുള്ള ഗെയിമുണ്ട്, നമ്മൾ പേ ചെയ്തിട്ടുള്ള ഗെയിമുണ്ട്. ആ പേയ്മെന്റ് കൊടുത്ത ഗെയിം കളിച്ച് വെച്ച് ലോട്ടറി ലെവലിലേക്ക് കയറിയിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടർക്ക് വേറൊരു പിതാവ് വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാർ ഞാൻ അങ്ങനെ വളർത്തിയ മോനാണ്, ആ മോനിപ്പോ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട്, ആ ഡ്രഗ് അഡിക്ഷൻ വന്നിട്ട് തിന്നടിച്ചിട്ട് ഇന്നലെ എന്നെ തച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തിലും പിതാക്കന്മാരുടെ രംഗങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങളിതിനെ ചെറുതായി കാണേ, എന്തിനാണ് തിരുമുത്ത് നമ്മൾ വീണ്ടും വന്നത്? ഞാൻ ഗൗരവത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കണം. ഞാൻ ഉള്ളിൽ നിന്നുള്ളൊരു ഗൗരവം നിങ്ങളോട് പറയും, എന്റെ നാട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട പിതാവടക്കമുള്ള അമ്മശനും എനിക്ക് പിതാവ് തന്നെയാണ്, ഇവരൊക്കെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ഇതിന് അത്ര സുഖണ്ടായിട്ട് വന്നതൊന്നുമല്ല. ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അടുത്ത തലമുറ ഇങ്ങനെ പോയാൽ ഈ കുറുമ്പത്തൂരിന്റെ മുന്നിലും നിങ്ങൾ നോക്കിക്കോ, എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു ജീവിച്ചിട്ടുണ്ടോ എന്ന് കുറുമ്പത്തൂരിന്റെ മണ്ണിൽ നിന്ന് വരെ ചോദിക്കുന്നവരുടെ കാലം അതിവിദൂരമതിയാകും. നമ്മൾ മദ്രസ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ, മദ്രസ സിസ്റ്റത്തിൽ കുറെ കാര്യം പഠിപ്പിക്കുന്നൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ നമുക്ക് സമയമില്ല. ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, കാരണം ഇപ്പൊ ആകെ 1 മണിക്കൂറാണ്. ഞങ്ങളെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ 1976 ജനിക്കുന്നത്, 81 എന്നെ ആദ്യമായിട്ട് മദ്രസയിൽ ചേർക്കുന്നത്. പാപ്പ കൊണ്ടുപോയിട്ട് ചേർക്കുമ്പോ തന്നെ, പാപ്പ ചേർക്കാൻ സ്കൂളിലും മദ്രസയിലും ഒന്നിച്ച്, അന്ന് ഇപ്പൊ ഓമ്പലാണ്, ഉപ്പ പറഞ്ഞു സ്കൂളിലും മദ്രസയിലും ഒന്നിച്ച് ചേർക്കാന്ന്. പാപ്പ പറഞ്ഞു 2 കൊല്ലം മദ്രസ പഠിച്ചൊരു സ്കൂൾ ചേർത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അന്നത്തെ ആൾക്കാർക്ക് മസക്ക് അത്ര പ്രാധാന്യം കൊടുക്കുമായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് ചേർത്ത്, എനിക്ക് 4 വയസ്സാണെന്ന്, എന്നെ കൊണ്ട് ചേർത്ത് ചെറിയൊന്നിനാണ്. പിന്നെ വലിയൊന്നൊക്കെ ചെയ്യും. കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ ചെറിയൊന്നും പറഞ്ഞൊരു ഒന്നുമില്ല എന്നൊക്കെ മനസ്സിലായത്. കാരണം പ്രായമാകാത്തോണ്ട് ചെറിയൊന്ന് ചേർത്ത്, അവിടുന്ന് പിന്നെ വലിയൊന്ന് ചേർത്ത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂൾ ചേർക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ അക്ഷരങ്ങൾ പഠിച്ച പഴയ ഉസ്താദുമാരുണ്ടല്ലോ, അവർക്കൊക്കെ വലിയ അവരൊന്നും നേരത്തെ ഇവിടെ പറഞ്ഞില്ല, 15 ഉറുപ്പ്യക്ക് സാലറിക്കൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ. ഞാൻ ഇവിടെ മരക്കാർ ഉസ്താദ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അപ്പുറത്തുണ്ടായിരുന്ന അബൂബക്കർ പൈസിയാണ്. അബൂബക്കർ ഉസ്താദ് നിങ്ങളൊക്കെ വിളിച്ചിരുന്ന ഈ അബൂബക്കർ ഉസ്താദ്, ഞാൻ എന്റെ ഒരു ഇതറിയല്ല, അവർക്കൊക്കെ ഉണ്ടായിരുന്ന, അവർക്കൊക്കെ പ്രത്യക്ഷത്തിൽ അവർ ഔലിയാക്കളാണെന്നൊന്നും ആൾക്കാരൊന്നും പറയില്ല. പക്ഷെ എന്തൊക്കെയോ വിലായത്തിന്റെ കാര്യങ്ങൾ അവിടെ ഉള്ളിലുണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം മദ്രസയിൽ പഠിപ്പിച്ച എന്നെ 7ാം ക്ലാസ്സിലും അതേപോലെ തന്നെ 6ാം ക്ലാസ്സൊക്കെ നെഹ്വും സർഫൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹം മൈമൂട്ടി ഉസ്താദ്. കുറെ നാളുകൾക്ക് ശേഷം, ഞാനിത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ മഹലിൽ നിന്ന് പോയി കുറെ കാലങ്ങൾക്ക് ശേഷം, മഹലിൽ നിന്ന് പോയിട്ട് തന്നെ 10-20 വർഷമായിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷം അതിലിടക്ക് മുമ്പൊക്കെ നമ്മൾ പോകുമായിരുന്നു 1-2 തവണ. പക്ഷേ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ ഉസ്താദ് അങ്ങനെ കഴിയുണ്ടാവും വിചാരിച്ചു. പിന്നെ മാറി മാറി വന്ന ഉസ്താദുമാർ, ആ ഉസ്താദിന്റെ വീട്ടിലേക്ക് പിന്നെ ആരും പോയിട്ടില്ല. പിന്നെ കല്യാണങ്ങൾ എന്തൊക്കെ വരുമ്പോൾ മഹല്ലേര് പോരാൻ ഞാൻ ഏതായാലും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം സുബഹി നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അവിടെയുള്ള 2-3 ആൾക്കാരോട് പറഞ്ഞു, നമ്മളെ പഴയ ഉസ്താദിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ, ഉസ്താദിന്റെ അടുത്തേക്ക് പോയി നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോ ഇവർ പറഞ്ഞു, ഇന്നിപ്പോ പോകണം, മലപ്പുറത്തുനിന്നും കുറച്ച് ഉള്ളോട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല നമ്മൾ പോയി നോക്കാന്ന്, വെറുതെ പറഞ്ഞു പോയി നോക്കാന്ന്. അങ്ങനെ പോയി വീട്ടിലെത്തിയപ്പോ ഒരു ചെറിയ കുടില് പോലുള്ളൊരു വീടാണ്. ഒരു വലിയൊരു മഹലിന് നേതൃത്വം കൊടുത്തിട്ട് പോലും അദ്ദേഹം വീട് വലുതാക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് നോക്കിയപ്പോ വാതിലിനെ ചാരി അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട്, ഉസ്താദ് ഇവിടെ ഇല്ല, അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ആശുപത്രി അഡ്മിറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എവിടെയാന്ന് ചോദിച്ചു. മിംസിലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മൾ മിംസിലൊന്ന് പോയി നോക്കല്ലോ. അങ്ങനെ കണ്ടിട്ട് മടങ്ങാൻ എല്ലാവരും കൂടി തീരുമാനിച്ച് മിംസിലെത്തിയ സമയത്ത് നമുക്കൊരു പ്രത്യേകത നിങ്ങൾ ഏൽപ്പിക്കണ്ട, അത് ആ മനുഷ്യന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. നമ്മൾ വിട്ടേക്ക്, നമ്മൾ സാധാരണക്കാരനാണ്.
അദ്ദേഹത്തിന് അവിടെ ഇങ്ങനെ ചെന്ന സമയത്ത് റൂമൊക്കെ കണ്ടെത്തി അവിടെ എത്തി. നമുക്ക് പരിചയമുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് ചോദിച്ചാൽ അവിടെ വേഗം എത്തി. ചുരുക്കി പറഞ്ഞ അവിടെ എത്തിയപ്പോ ഏകദേശം ഒരു രാവിലെ 8, 9, 10 മണിയുണ്ട്. ആ സമയത്ത് ഞങ്ങളതിലൊക്കെ പോകുമ്പോൾ നാസ്ത കഴിച്ച് വിശന്നിട്ട് അവിടേക്ക് എത്തുന്നത്. ചുരുക്കി പറഞ്ഞ ആ സമയത്ത് ഒരു ബില്ലും പിടിച്ചോണ്ടൊരു മോൻ നിൽക്കാണ്. 79,000 ബില്ല്. ആര്? ഈ മോൻ. ഉസ്താദിന്റെ ഒരു മോനുണ്ട്, ചെറുത്. അതൊരു ഉസ്താദാണ്, പക്ഷെ ബാക്കി പെൺകുട്ടികളാണ്. ആ കുട്ടിയല്ല, കുറച്ച് വലിയ ആളാണ്. ആ ആളിങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു ബില്ലും പിടിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഉസ്താദിനെ കർത്താൻ, ഉസ്താദാണ് ഫുള്ള് റാഹത്തെ പറയുള്ളൂ. എപ്പോഴും റാഹത്തല്ലാതെ മൂപ്പര് പറയില്ല, പ്രയാസങ്ങളൊന്നും പറയില്ല. ആ റാഹത്താണ്. 2 ഓപ്പറം കഴിഞ്ഞപ്പോ തലക്ക് റാഹത്താണ്, മാഷാ അല്ലാഹ്, അങ്ങനെ പറയാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഈ മോനെ വിളിച്ചോട്ട് ചോദിച്ചു, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അപ്പോഴാവും ബില്ല് കാണിച്ചു തരുന്നത്. ഞാൻ ചോദിച്ചിട്ട് മോന്റെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരൊറ്റ കരച്ചിലാണ്, ഒരു കരച്ചിൽ. എന്നിട്ട് നമ്മളെ കൂടെയുള്ള സഹോദരന്മാരൊക്കെ അതും ഇതൊക്കെ ചെയ്തിട്ട് ആ പേയ്മെന്റ് കൊടുത്തിട്ട് എന്താക്കി നമ്മളവിടുന്ന് പോകും. ഞാൻ പറയുന്നത്, നമ്മളെ നിങ്ങൾ വിട്ടിക്കും. 20 വർഷം മുമ്പേ കൊന്നല്ലൂരിൽ നിന്ന് പോയി ആ മനുഷ്യൻ 20 കൊല്ലത്തിന് ശേഷം അള്ളാഹു ഒരു കണക്ഷൻ കൊടുക്കണം. വേറുള്ളവരെ നിങ്ങൾ വിട്ടേക്കിൻ. ആ മനുഷ്യന്റെ ആ ഒരു ആത്മീയതക്ക് അള്ളാഹു ഒരു കണക്ഷൻ കൊടുക്കണം. എവിടെയോ എന്നോ പഠിപ്പിച്ചു വിട്ട കുറച്ച് കുട്ടികൾ ചിന്തിക്കുക, അന്ന് യാത്ര പുറപ്പെടുക, അന്നെ ആശുപത്രിയിലേക്ക്. അള്ളാഹുവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തിരിച്ചറിയണം. പഴയ കാലത്ത് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ അവരുടെ കുടുംബത്തെ നല്ല പോലെ നോക്കിയിട്ടില്ല, അവരുടെ പെക്കളെ നല്ലോണം കെട്ടിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ ഇതിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ മഹല്ല് നടപ്പിലാക്കണം വിചാരിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നൊരു ആശയം എന്തെന്ന് വെച്ചാൽ, ഈ മഹല്ലിൽ ഉണ്ടാകും 3-4 പെൺകുട്ടികൾ ഉണ്ടായിട്ട് കൈക്കോട്ട് കളിച്ചിട്ട് അట్లా കെട്ടിച്ച ആൾക്കാർ. നമ്മൾ A+ ആദരിക്കും, നമ്മൾ വലിയ വലിയ ആൾക്കാർ ആദരിക്കും. എന്നൊന്നും ആദരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ആദരിച്ചെന്ന് പറയല്ലേട്ടെ, ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് പറയാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ആദരണ്ടോ? 3-4 പെൺകുട്ടികളെ കഷ്ടപ്പെട്ടിട്ട് വർത്തി അവരെ തീപ്പൊരി കൊണ്ട് കല്യാണത്തിന്റെ ദിവസം പോലെ മനുഷ്യന് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്ര കഷ്ടപ്പെട്ടിട്ട് മക്കളെ വളർത്തിയിട്ട് അവരെ മുഴുവൻ കെട്ടിച്ചയച്ചിട്ട് പിന്നെയും കൂലിവേലയ്ക്ക് വേണ്ടി പോകുന്ന ആ ആളെ എന്തെങ്കിലും കുടുംബത്തോടിന് ഈ സ്റ്റേജിൽ ആദരിച്ചിട്ടുണ്ടോ? കൂലിപ്പണിക്കാരനായ മനുഷ്യനെ ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യല്ലോ. ആദരാണ് ഇനി നടക്കുന്നത്. ഏറെസേർക്ക് ഇഷ്ടം പോലെ ആദരം കിട്ടുന്നത്. നമ്മൾ എരഞ്ഞു നടക്കണം നമ്മുടെ മഹല്ല്. അങ്ങനെ നെഞ്ചിൽ നെരുപ്പോട് ചേർത്ത് നടന്ന ഒരുപാട് ആളുകൾ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കുറെ കബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. എത്രയോ ആദിക്കപ്പെടേണ്ടവരാണ് അവിടെ കിടക്കുന്നത്. ഇനി പ്രാർത്ഥന കൊടുക്കല്ലാതെ വൃത്തിയില്ല. ഞാൻ പറഞ്ഞത് പഴയ കാല ഉസ്താദുമാർ അതായിരുന്നു. മുത്തുപ്പായ തങ്ങൾ പാപ്പ ഇവിടെ ഉണ്ടായിരുന്ന പ്രിയ മനുഷ്യൻ എന്നെ 3-ാം ക്ലാസ്സിൽ അക്ഷരശുദ്ധിയോ എനിക്ക് എന്തെങ്കിലും ഒരു ഓത്തിന്റെ ഒരു ശുദ്ധി ചെറുതായിട്ടുണ്ടെങ്കിൽ അത് ആ തങ്ങൾ പാപ്പ പഠിപ്പിച്ചത്. മദ്രസയിൽ, നമ്മുടെ മുക്കിൽപീടിയ മദ്രസയിൽ ഒന്ന് ഉസ്താദായിരുന്നു. നിങ്ങളെ പിതാവ് അള്ളാഹു വലിയ ദർജ കൊടുക്കുമാറാവട്ടെ. അപ്പൊ മൂപ്പര് പറഞ്ഞപ്പോ എന്റെ പ്രസംഗം കേട്ടിട്ട് മൂപ്പര് പറയലുണ്ട്. അതിൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ലേ? കാരണം അതൊക്കെ നിങ്ങളെപ്പാ എന്നെ പഠിപ്പിച്ചതിന്റെ ഭാഗമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുത്തുക്കായ തങ്ങൾ പാപ്പ എത്ര അയിനും ഒയിനും അയിമലക്കടല് ശരിയാവൂല, അയിന് ശരിയാവൂല, ഒയിന് ശരിയാവൂല. മദ്രസയിൽ നിന്ന് മാഷാ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ വർഷത്തും മീലാദ് പരിപാടിക്കും 12-നും ഖുർആനോത്ത് ഞാനായിരുന്നു. മുക്കിൽപീടിയിലെ മദ്രസയോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ മലയിപ്പ ഒരിക്കൽ തിരക്കൂടി ഖുർആൻ ഫസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മലയിപ്പാപ്പനോട് പറഞ്ഞ് ഖുർആന് ഫസ്റ്റ് ഇല്ല, വേറെ പരിപാടിക്കാണെന്ന് ഫസ്റ്റ്, പ്രസംഗത്തിനും പാട്ടിനൊക്കെ ഇതിന് ഓത്തിന് ഫസ്റ്റ് കൊടുക്കാതെ പറ്റൂല പറഞ്ഞ അപ്പൊക്കെ പോയിട്ട് ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് എന്താക്കി തരണ്ടായ. കുറെ കാലം പിന്നെ ഉമ്മിയലിയും വെണ്ണൂട്ടിട്ട് കെടുത്തിനൂടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പഴയ കാല ആൾക്കാർ അങ്ങനെയാണ്. അത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട്. എന്നോടന്ന് മുത്തുക്കോയ തങ്ങൾ പാപ്പ പറഞ്ഞത് യാ മാഷറൽ ജിന്നി വൽ ഇൻസി ഇസ്തതാഅതു എന്നുള്ള എത്ര ഓതിയാലുണ്ട് ശരിയാവില്ല. അപ്പൊ അതുവരെ ഓതിട്ട് ജുബാക്കി കളയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പഠിച്ചിട്ട് യാ മാഷർ ഒരു പണിയാണല്ലോ, അത് ശ്വാസം കിട്ടൂലല്ലോ നമുക്ക്. അത് ഒറ്റ ശ്വാസത്തിൽ പറയേണ്ട സാധനം കൂടിയാണ്. അതിങ്ങനെ ഓതിയപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 3-ാം ക്ലാസ്സിലാണ് ഓതിയ സമയത്ത് യാ മാഷറൽ ജിന്നു തുടങ്ങിയപ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട് ദൂരത്ത് നിന്ന് പറ്റുമോ എന്നുള്ള കോലത്തില്. പിന്നെ എന്നെ ധൈര്യപ്പെടുത്തി തുടർന്നിട്ട് ഇങ്ങനെ ആക്കി ജ്യോതിക്കൂന്ന് പറഞ്ഞു. ആ ധൈര്യങ്ങളൊക്കെയാണ് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ധൈര്യങ്ങളൊക്കെയാണ് നമ്മൾ. ഒരിക്കൽ നിയമസഭയിൽ ഞാൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിയമയിൽ ഒരിക്കൽ രമേശ് ചെന്നിത്തല അബ്ദുറഹ്മാൻ തണി സാഹിബിനോട് ചോദിച്ചത്രേ, എന്താണ് ഈ മലബാറിൽ നിന്ന് വരുന്നവരൊക്കെ പെരും പ്രസംഗം? കാരണം സമദാനി സാഹിബിന്റെ പ്രസംഗം കഴിഞ്ഞ്, KT ജലീലിന്റെ പ്രസംഗം കഴിഞ്ഞ്, മറ്റൊരു കഴിഞ്ഞ്, ഇതൊക്കെ കഴിഞ്ഞപ്പോ മലബാറുകാരെ